എൻ്റെ ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഇന്ന് കോട്ടയത്തിന്റെ സ്വന്തം പലഹാരമായ ചുരുട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. വളരെ രുചിയുള്ള ഈ ചുരുട്ട് മിക്കവാറും നമ്മൾ എല്ലാവരും ബേക്കറികളിൽ നിന്ന് വാങ്ങി കഴിക്കാറുണ്ട്. വളരെ സ്വാദിഷ്ടമായ ഈ ചുരുട്ടിന് എന്തൊക്കെയാണ് ആവശ്യമെന്നും എങ്ങനെയാണ് ഈ ചുരുട്ട് ഉണ്ടാക്കുന്നതെന്നും നമുക്ക് ഈ വീഡിയോയിൽ ഒന്ന് കാണാം. ഇതിന് ഞാൻ എടുത്തിരിക്കുന്നത് 1 കപ്പ് മൈദാമാവ്, 1 കപ്പ് പഞ്ചസാര, കുറച്ച് അരിപ്പൊടി. അരിപ്പൊടിക്ക് പ്രത്യേക അളവൊന്നുമില്ല. നമ്മൾ ഈ മൈദാമാവ് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കി കഴിഞ്ഞാൽ അത് പരത്തുന്നത് അരിപ്പൊടിയിലാണ്. അതിനാണ് അരിപ്പൊടി എടുത്തിരിക്കുന്നത്. 2 കപ്പ് അവലോസ് പൊടി. ഈ അവലോസ് പൊടി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂൺ വാനില എസൻസ്, 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 നാരങ്ങയുടെ നീര്. ഇത് പിഴിഞ്ഞെടുക്കാനുള്ളതാണ്. വെള്ളം. Cook with Sophie, sharing 40 years experience. നമുക്ക് ഈ മാവ് ഒന്ന് കുഴച്ചെടുക്കാം. ഇതിനാവശ്യമുള്ള ഉപ്പ് ചേർക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുഴച്ച് വെക്കാം. ചപ്പാത്തി ഉണ്ടാക്കുന്ന പരുവത്തിൽ തന്നെ വേണം ഇത് കുഴച്ചെടുക്കാനായിട്ട്. ഇപ്പം ഇതൊരു ചപ്പാത്തി പരുവത്തിൽ കുഴച്ച് വെച്ചിട്ടുണ്ട്. ഒരല്പ എണ്ണ നമുക്കതിലേക്കൊന്ന് തൂത്ത് വെക്കാം. ഒരല്പ എണ്ണ മതി. ഇത് നമുക്കൊരു 10 മിനിറ്റ് മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിന് വേണ്ടി ഒരു ഫില്ലിംഗ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് പഞ്ചസാരപ്പാനി ഉണ്ടാക്കാം. ഇത് 250 ml കപ്പിന് 1 കപ്പ് പഞ്ചസാരയാണ്. അതിലേക്ക് 3/4 കപ്പ് വെള്ളം ചേർക്കണം. ഇത് ഒരു നൂൽ പരുവമാക്കി എടുക്കണം. ഈ സമയത്ത് നമുക്ക് ഈ നാരങ്ങ ഒന്ന് പിഴിഞ്ഞ് വെക്കാം. ഒരു ടീസ്പൂൺ നിറച്ച് നാരങ്ങ നീരാണ് നമുക്ക് ആവശ്യമുള്ളത്. ഇത് പിഴിയുമ്പോൾ ഇതിൻ്റെ കുരുവൊന്നും വരാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. പാനി നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി തീ ഒരല്പം കുറച്ചിടാം. ഇത് ഒരു നൂൽ പരുവമാകണം. അതിലൊട്ടും ലൂസ് ആവുകയും ചെയ്യരുത്, കട്ടിയായി പോവുകയും ചെയ്യരുത്. കട്ടിയായിപ്പോയെന്നാൽ അവലോസ് പൊടി അതിൻ്റെ അത് ഇട്ട് കഴിയുമ്പോഴത്തേക്ക് അത് പിന്നെ നമുക്ക് ഉരുട്ടിയെടുത്താൽ അവലോസ് ഉണ്ട പോലെ ആയിപ്പോകും. ലൂസ് ആയാൽ അവലോസ് ഒത്തിരി കുഴഞ്ഞു പോകും. ഇത് അങ്ങനെ ഒരു പാകത്തിന് വേണം എടുക്കാൻ. ഞാനത് കാണിച്ചു തരാം. ഇപ്പം ഇത് നമ്മൾ തൊട്ടാൽ കയ്യെ ഒട്ടിയല്ല. ഏലക്കാപ്പൊടി ഇട്ടതുകൊണ്ടാണ് ഇപ്പം ഈ കളർ വന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. നാരങ്ങാനീര് ചേർക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ പഞ്ചസാര വീണ്ടും തണുത്ത് കഴിയുമ്പോൾ ക്രിസ്റ്റൽ ആകാതിരിക്കാനാണ് ഇങ്ങനെ നാരങ്ങാനീര് ചേർക്കുന്നത്. ചുരുട്ടുണ്ടാക്കുമ്പോൾ നാരങ്ങാനീര് ചേർക്കാൻ മറക്കരുത്. ഇത് ഈ ഒരു നൂൽ പരുവാകുന്നത് എങ്ങനെയാണെന്ന് പെട്ടെന്ന് അറിയാൻ വയ്യെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്ത് നോക്കണം. ഇങ്ങനെ വലിയുമ്പോൾ ഒരു നൂലായിട്ട് വലിയുന്നുണ്ടോ എന്ന് ഇങ്ങനെ നോക്കണം. ഇതിപ്പോൾ ആയില്ല, അത് ഞാൻ കാണിക്കുമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കണം. കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളവർക്കാണെങ്കിൽ ഇങ്ങനെ എടുത്ത് ഒഴിക്കുമ്പോൾ അറിയാം, മുറിയാതെ പോരും. ഇപ്പം ഇത് ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ പഞ്ചസാരപ്പാനിക്ക് നല്ല ചൂടുണ്ട്. ഇങ്ങനെ 2 വിരലിലും കൂടെ ഇങ്ങനെ ഒരു നൂലായിട്ട് വലിയണം.
ആ സമയത്ത് നമുക്ക് തീ ഓഫ് ചെയ്തിട്ട് ഇത് ഈ പഞ്ചസാര പാനിയിൽ നിന്ന് കുറച്ച് പാനി നമുക്ക് മാറ്റി വെക്കണം. അത് ഈ മണ്ടുക ഉണ്ടാക്കി അതിലൊന്ന് മുക്കിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഈ പഞ്ചസാര പാനിയിലേക്ക് അവലോസ് പൊടി ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുത്ത് അതൊന്ന് ഇളക്കിയെടുക്കണം. അപ്പം മുഴുവൻ അവലോസ് പൊടിയും ഇതിൻ്റെ അകത്ത് ചേർത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കാം. വാനില എസൻസ് ചേർക്കുന്നത് നല്ല ഫ്ലേവറാണ് അതിന്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി വാനില എസൻസിൻ്റെ ഫ്ലേവർ ഇഷ്ടമില്ലെങ്കിൽ അല്പം ഏലക്കാപ്പൊടി തന്നെ ഇതിൻ്റെ കൂടെ വീണ്ടും ചേർത്താൽ മതി. ഇതുപോലെ ലൂസായിരിക്കണം ഇതിൻ്റെ അകത്ത് ഫില്ലിങ്. ഇത് അല്പം കൂടെ മുറുകി വരും. ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇത് അടുപ്പിൽ നിന്ന് മാറ്റണം, അല്ലെങ്കിൽ പിന്നെ ഇതിൻ്റെ അകത്ത് ചൂട് വന്നുകൊണ്ടിരിക്കും. ചപ്പാത്തി ഉണ്ടാക്കാൻ മാറ്റി വെച്ചിരിക്കുന്ന മാവൊന്ന് നോക്കാം. ഇത് ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കണം. ഇതുപോലെ ഉള്ള ചെറിയ ബോളുകൾ. ഇനി നമുക്കിത് പരത്തിയെടുക്കാനായിട്ട് അരിപ്പൊടി വേണം ഉപയോഗിക്കാനായിട്ട്. ഇത് വറുത്ത അരിപ്പൊടിയാണ്. നല്ലവണ്ണം അരിപ്പൊടിയിൽ കോട്ട് ചെയ്ത് വേണം ഇത് പരത്തിയെടുക്കാൻ. തീരെ കനം കുറച്ച് പരത്തവും വേണം. ഇപ്പം ഇത് നന്നായിട്ട് കനം കുറച്ച് ഞാൻ പരത്തിയിട്ടുണ്ട്. ഒത്തിരി പരത്തി വെക്കണ്ട, ഒട്ടിപ്പിടിക്കുമെന്ന് സംശയം ഉണ്ടെങ്കിൽ കുറേശ്ശെ പരത്തി എടുത്ത് ഞാൻ കാണിച്ചു തരാം. ഇനി നമുക്ക് അടുത്ത ഒരു 3-4 ബോള് പരത്തി വെക്കാം. ഇപ്പം ഞാനിത് 4 എണ്ണം മാത്രമേ പരത്തിയിട്ടുള്ളൂ. ബാക്കി ഞാൻ പിന്നെ പരത്തുന്നുള്ളൂ. ഇനി നമുക്ക് അതെല്ലാം കൂടെ വെച്ച് ഇപ്പോൾ ഓരോന്ന് നമ്മൾ പരത്തി വെച്ചാൽ അതിൻ്റെ ഷേപ്പ് ചിലപ്പം ഷേപ്പല്ല, അതിൻ്റെ കനം ചിലപ്പം ചില സ്ഥലത്ത് കൂടിയും കുറഞ്ഞിരിക്കും. അപ്പോൾ ഓരോന്ന് വെച്ച് അതിൻ്റെ മുകളിലോട്ട് കുറേശ്ശെ അരിപ്പൊടി ഇങ്ങനെ തൂക്കി കൊടുക്കണം. ഇതുപോലെ ഇത് നമുക്ക് എല്ലാം കൂടെ വെച്ചൊന്ന് വീണ്ടും പരത്തണം. അന്നേരത്തേക്ക് ഇത് എല്ലാ സ്ഥലത്തും ഒരുപോലെ ലെവലായി കിട്ടും. ഇടയ്ക്ക് അരിപ്പൊടി ഇട്ട് തന്നെ പരത്തണം, അല്ലെങ്കിൽ എന്നാന്ന് വെച്ചാൽ ഒട്ടിപ്പിടിക്കും ചിലപ്പം. ഇപ്പം ഇത് ഓരോന്നിങ്ങനെ എടുത്ത് മാറ്റി വെക്കണം വീണ്ടും. ഇതുപോലെ ഇപ്പോൾ ഇത് പേപ്പർ കനത്തിലായിരിക്കുന്നത്. നമ്മുടെ കൈവിരൽ തന്നെ നമുക്ക് കാണാവുന്ന വിധത്തിലുള്ള കനമേ ഉള്ളൂ. ഇനി നമുക്ക് ഇത് ഒരു ഷേപ്പിലാകാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ സൈഡെല്ലാം പല ഷേപ്പിലല്ലേ ഇരിക്കുന്നത്. അതിന് നമുക്ക് ഒരു ചോറ്റും പാത്രത്തിൻ്റെ അടപ്പ് വെച്ച് അങ്ങനെ എന്തെങ്കിലും അടപ്പ് വെച്ച് ഒന്ന് റൗണ്ട് ആക്കി എടുക്കാം. ഇതുപോലെ നമുക്ക് ആക്കിയെടുക്കണം. ഇപ്പം 2 എണ്ണത്തിനുള്ള മണ്ടകയാണ് ഞാൻ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇത് നമുക്കൊന്ന് നടുവേ മുറിച്ചെടുക്കാം. ഇതുപോലെ മുറിച്ചെടുത്ത് വെക്കാം. എല്ലാം നമുക്കതുപോലെ ചെയ്യാം. ഇനി നമുക്കിതൊന്ന് ചൂടാക്കി എടുക്കണം. തവയൊന്ന് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഇത് ഇട്ട് കൊടുക്കാം. ഒത്തിരി ചൂടാക്കണ്ട. കൂടുതൽ ചൂടായി പോയാൽ ചുരുട്ടിയെടുക്കുന്ന സമയത്ത് മണ്ടക പൊട്ടിപ്പോകും. അതുകൊണ്ട് 10-15 സെക്കൻഡ് മാത്രം ചൂടാക്കി എടുത്താൽ മതി. ഇപ്പം ഇത് ചൂടായിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റാം.
ഇപ്പം നമ്മുടെ മണ്ടക എല്ലാം ചൂടാക്കി എടുത്തിട്ടുണ്ട്. ഫില്ലിങ്ങും റെഡിയായി. ഇവിടെ പഞ്ചസാരപ്പാനിയും എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഈ മുറിച്ച ഈ വശം ഇതുപോലെ കൂട്ടിയെടുക്കണം. ഇതുപോലെ അകത്തോട്ട് കൂട്ടി ഇങ്ങനെ എടുക്കണം. അതിന് ആദ്യമേ ഇത് നമുക്കൊന്ന് പഞ്ചസാരപ്പാനിയിൽ മുക്കിയെടുക്കണം. ഇവിടെ ഈ ഒട്ടിക്കുന്ന സൈഡിൽ നന്നായിട്ട് പാനി വേണം. ഇതുപോലെ എന്നിട്ട് ഇത് ഇങ്ങനെ കോണാകൃതിയിൽ ഇങ്ങനെ മടക്കിയെടുക്കണം. ഈ പാനി കൊണ്ട് തന്നെ ഇവിടെ ഒട്ടിക്കോളും. ഇനി അതിലേക്ക് നമുക്ക് ഫില്ലിങ് നിറയ്ക്കാം. ഇതുപോലെ. ഇനി ഇത് ഈ 3 കൈവിരൽ കൊണ്ട് ഇങ്ങനെ കൂട്ടി പിടിക്കണം. ഇതുപോലെ ഇതിങ്ങനെ ഒട്ടിയിരുന്നുള്ളൂ. അന്നേരം ഇതുപോലെ ഇരിക്കണം. ബാക്കി എല്ലാ ചുരുട്ടും നമുക്ക് ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. കോട്ടയത്തിന്റെ സ്പെഷ്യൽ പലഹാരമായ ചുരുട്ട് റെഡിയായി കഴിഞ്ഞ് ഇത് 2-3 മണിക്കൂർ ഒരു പാത്രത്തിൽ അടച്ചു വെച്ചതിന് ശേഷം വേണം ഇത് ഉപയോഗിക്കാനായിട്ട്. എന്നെങ്കിൽ ഇതിന്റെ സൈഡെല്ലാം സെറ്റ് ആവുകയുള്ളൂ. നിങ്ങളും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യണം. അതുപോലെ നിങ്ങളിത് ഉണ്ടാക്കി നോക്കിയിട്ട് ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കണം. നല്ല ഒരു റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം. ഞാൻ സോഫി കുര്യാക്കോസ്.